ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ വാക്കുകൾ കേട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ച 3 പേരെ നിങ്ങൾക്കിവിടെ കാണാം. ഇനി മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പോകുന്നു. ദൈവമേ, എനിക്ക് അങ്ങോട്ട് വരെ ഓടാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും ഒന്ന് ഞാൻ നോക്കാൻ പോവാ. ദൈവമേ, എന്തോ പാരവ, എല്ലാരും ഓടിച്ചാടി നടക്കുമ്പോ എനിക്ക് മാത്രം എന്തിനാ ഈ കുരിശ് മാത്രം അങ്ങോട്ട് വരെ ചുമക്കുന്ന, എങ്കിലും നോക്കാൻ പോ. ദൈവമേ, എനിക്ക് ഇതുകൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇവിടെ വെച്ചിട്ടോ, എനിക്കിതില്ലാതെ മതി. ദൈവമേ, ഇനി മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പോകുകയാണ്. ഓ, ഇതെന്തോ ഭാരവാ, എനിക്ക് ഈ കുരിശെടുത്തിട്ട് അവിടെ നേരെ ചുമക്കാൻ വയ്യല്ലോ. എന്നാലും നോക്കാം. ഓ, ഇതെന്തോ ഭാരവാ, എല്ലാരും ഓടിച്ചാടി നടക്കുന്നു, എനിക്ക് മാത്രം എന്തിനാ ഈ കുരിശ്? ദൈവമേ, ഞാൻ ഇതിന് ഇച്ചിരി മുറിച്ചോട്ടെ, അപ്പൊ എനിക്ക് ഇത് വീതി കുറയല്ലോ. ഓ ഹായ്, ഇപ്പം ഭാഗ്യമായി. ഓ, എന്നാലും ഭാര്യ വന്നല്ലോ, ഇനിയും കൂടി ഞാൻ ഇച്ചിരി മുറിച്ചോട്ടെ. ഹായ്, ഇപ്പം ഭാരമായി. പിന്നെയും കൂടി ഭാരം വന്നല്ലോ, ദൈവമേ, ഇനിയും കൂടി ഞാൻ മുറിച്ചോട്ടെ. ഓ, ഇപ്പം ഭാഗ്യമായി. ദൈവമേ, ഇന്നു മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പോവാ. ദൈവമേ, ഈ കുരിശ് ചുമക്കാൻ എന്നെ സഹായിക്കണേ. ദൈവമേ, അന്തത്തോളം എന്നെ സഹായിക്കണേ. എനിക്ക് കുരിശില്ലല്ലോ, ഞാൻ എങ്ങനെ പോവും? എനിക്ക് കുരിശുണ്ടല്ലോ, എനിക്കാണെങ്കിൽ അവിടെ വരെ കടക്കാം. ഓ, എത്തുന്നില്ലല്ലോ. എനിക്ക് അവിടെ കടക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കുരിശ് മുറിച്ചുകൊണ്ട് എനിക്ക് അവിടെ കടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് വേണ്ടായിരുന്നു. എന്റെ കയ്യില് കുരിശുണ്ടല്ലോ, എനിക്ക് അവിടെ കിടക്കാൻ പറ്റും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് കൊടുത്ത ജീവിതത്തിൽ കൊടുത്തിരുന്ന ഭാരങ്ങളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അടുത്ത ആ വ്യക്തി വഴിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇനി കുരിശൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെച്ച് ഇച്ചിരൂടെ സുഖമായിട്ട് ജീവിക്കാൻ, ക്രിസ്തീയ ജീവിതം ഇച്ചിരൂടെ സുഗമമാക്കി ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. അടുത്ത ആള് കുരിശ്, ദൈവം കൊടുത്തിരിക്കുന്ന ജീവിതത്തിന്റെ ഭാഗങ്ങളൊക്കെയും അടുത്ത ആള് ചിന്തിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാരമുള്ളതാണ്. അദ്ദേഹം കുരിശ് ഒടിക്കാനായിട്ട് തുടങ്ങി. ഒടിച്ചൊടിച്ച് അവസാനം ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ
കൊള്ളാവാത്ത ഒരു വ്യക്തിയായി തീർന്നു. അതാണ് ആ വ്യക്തിക്ക് കടക്കുവാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഉപയോഗപ്രദമില്ലാത്ത ഒരു വ്യക്തിയായി തീർന്നു. മൂന്നാമതായി കാണുന്ന വ്യക്തി അദ്ദേഹം കുരിശെടുത്തുകൊണ്ട് പോയി ഒടുവിൽ വരെ അദ്ദേഹം എൻഡ്യൂർ ചെയ്തത് കൊണ്ട്, ഒടുവിൽ വരെ അദ്ദേഹം സഹിച്ചത് കൊണ്ട് ആ അന്തിമം വരെ കർത്താവിനെ അദ്ദേഹത്തിനെ കൊണ്ടു ചെല്ലുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യങ്ങൾ പോലും വരുന്നില്ല. ദൈവം അതിനകത്ത് പറയുന്നത് പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ അളന്നു തൂക്കിയാണ് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ തരുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കർത്താവ് തരുമ്പോൾ അത് കർത്താവിന് തന്നെ അറിയാം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉതകുവാൻ, നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണമായ ഒരു സാഹചര്യമാണ് കർത്താവ് നമുക്ക് തരുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒന്നുകിൽ അത് ഭാരമാണ്, ഒന്നുകിൽ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് കുരിശ് ഇട്ടേച്ചു പോകുന്നു, ഇല്ലെങ്കിൽ അത് ലഘൂകരിക്കാൻ ഏതെങ്കിലും പോംവഴികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞു പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനകത്തൂടെ കുഞ്ഞുങ്ങളെ കാണിച്ചു തന്ന ഒരു മാതൃക ഇതാണ്. വി ഹാവ് ടു എൻഡ്യൂർ അൺടിൽ ദ എൻഡ്. നമ്മൾ അവസാനം വരെ നമ്മൾ ദൈവസന്നിധിയിൽ പിടിച്ചു നിന്നാൽ കർത്താവ് നമ്മളെ രക്ഷയിലോട്ട് നടത്തുവാനായിട്ട് ഇടയായി തീരും. അതായിരുന്നു കുഞ്ഞുങ്ങളെ കാണിച്ചു തന്ന മാതൃക. ജീസസ് വരും പറഞ്ഞല്ലോ. ശരിയായിരുന്നു. എന്തിനാ ജീസസ് വരും പറഞ്ഞത്? ഹായ് റിയ. ഹായ് റോഷൻ. ഹായ് ജീസസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? ഒത്തിരി അന്വേഷിച്ചിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗിഫ്റ്റ് ഞാൻ കണ്ടെത്തിയത്. ആർക്കാ ഗിഫ്റ്റ് ആദ്യം വേണ്ടേ? എനിക്ക് വേണം, എനിക്ക് വേണം. ഓക്കെ, ലേഡീസ് ഫസ്റ്റ്. റിയക്കുള്ള ഗിഫ്റ്റ്. വെൽക്കം. ഞാൻ ജീസസ് അല്ലേ, എനിക്ക് എല്ലാം അറിയത്തില്ലേ. റോഷനുള്ള ഗിഫ്റ്റ്. ഓ താങ്ക് യു ജീസസ്. വെൽക്കം. എന്തുവായിരിക്കും? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഹാഫ് ലിറ്റർ കോക്ക്. ജീസസിന് എങ്ങനെ അറിയാം എനിക്ക് ഹാഫ് ലിറ്റർ കോക്കാണ് വേണ്ടെന്ന്? ഞാൻ ജീസസ് അല്ലേ, എനിക്കറിയത്തില്ലേ റോഷന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാന്ന്. ഓ താങ്ക് യു ജീസസ്, യു ആർ സോ അമേസിംഗ്. ഓ താങ്ക് യു ജീസസ്. റിയ, നമുക്ക് ജോയലിനെ സൈമണിനെ പോയി കാണിക്കാം. റിയ ഹാപ്പിയാണ് ഗിഫ്റ്റ് കിട്ടിയതിന്റെ? ശരിക്കും ഹാപ്പിയാ? അല്ല, ആദ്യം ഞാൻ റിയക്ക് ഗിഫ്റ്റ് തന്നപ്പോ റിയക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ആ സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ. പിന്നെ ആദ്യം ജീസസ് എനിക്ക് ടിൻകോക്ക് വന്നപ്പോ എനിക്ക് സന്തോഷമായിരുന്നു. പിന്നെ ജീസസ് റോഷന് ഹാഫ് ലിറ്റർ കൊടുത്തിട്ട് എനിക്ക് ടിൻകോക്ക് വന്നപ്പോ എനിക്ക് വിഷമമായത്. അതെന്താ റിയ അങ്ങനെ കമ്പയർ ചെയ്യുന്നത്? റോഷന് വേണ്ടത് ഹാഫ് ലിറ്റർ കോക്ക് അല്ലേ, അതുകൊണ്ടല്ലേ റോഷന് ഹാഫ് ലിറ്റർ കോക്ക് കൊടുത്തേ.
അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ജീസസ് എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ റോഷന് കൂടുതൽ എനിക്ക് കുറവാ തരുന്നത്. എനിക്ക് ഒരു വട്ടമെങ്കിലും റോഷന് കിട്ടിയ സെയിം ഗിഫ്റ്റ് എനിക്ക് വേണം. റിയ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്കിപ്പം റോഷന് കിട്ടിയ ഹാഫ് ലിറ്റർ കോക്ക് എനിക്ക് വേണം. ഓക്കെ, റിയനെ എന്താ സന്തോഷിപ്പിക്കുന്നെങ്കിൽ ഞാൻ പോയി അത് മേടിച്ചിട്ട് വരാം. ഓക്കെ, റോഷന് കിട്ടിയ ഹാഫ് ലിറ്റർ കോക്ക് കിട്ടിയിട്ട് വേണം എല്ലാരും ഒന്ന് കൊണ്ട് കാണിക്കാനായിട്ട്. ഇതെന്തോ ഇത്? 1 ലിറ്റർ കോക്ക്. 1 ലിറ്റർ കോക്ക് ആരാ തന്നത്? ജീസസ് തന്നു. ഓ, ചുമ്മാ പറയാതെ. ശരിക്കും ജീസസ് തന്നോ? നീ ഇത് ഇച്ചിരി കുടിക്കുമ്പോഴത്തേക്കും പിന്നെ എടുത്ത് കളയും. ഞാൻ മൈൻഡ് ചെയ്യില്ല. ജീസസിന് എനിക്ക് എത്ര വേണം ജീസസിന് അറിയാം. എനിക്ക് കിട്ടി. ഈ ജീസസിന്റെ ഒരു കാര്യമേ, ആദ്യം റോഷന് ഹാഫ് ലിറ്റർ കൊടുത്തു, ഇപ്പം ജോലിന് 1 ലിറ്റർ കൊടുത്തു, എനിക്ക് മാത്രം ടീൻ കോക്ക്. ഹായ് റിയ, റിയ ചോദിച്ച ഹാഫ് ലിറ്റർ. ജീസസ്, എന്താ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്റെ പ്രോബ്ലം? അതെ, ഇപ്പം ജോലി 1 ലിറ്റർ കോക്കുമായിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്താ ജോലിന് വേണ്ടത് 1 ലിറ്റർ കോക്ക് അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ജോലിന് 1 ലിറ്റർ കോക്ക് കൊടുത്തേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ജീസസ് എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുമ്പോ ബാക്കിയുള്ളവർക്കെല്ലാം കൂടുതലും എനിക്ക് കുറവാണല്ലോ തരുന്നത്? അതെന്താ റിയ അങ്ങനെ കമ്പയർ ചെയ്യുന്നേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ജീസസ് എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ജീസസ് ബാക്കിയുള്ളവർക്ക് കൂടുതൽ എനിക്ക് കുറവാ തരുന്നത്. ഇനി എനിക്കും കിട്ടണം, ജോലിന് കിട്ടിയ സെയിം ഗിഫ്റ്റ് എനിക്കും കിട്ടണം. അപ്പൊ ഇത് വേണ്ട? വേണ്ട, അത് തന്നെ മതി. അത് തന്നെ മതി. ഓക്കെ, റിയനെ അത് സന്തോഷിപ്പിക്കുന്നെങ്കിൽ ഞാൻ പോയത് മേടിച്ചിട്ട് വരാം. ഓക്കെ, ജോലിന് കിട്ടിയ 1 ലിറ്റർ കോക്ക് കിട്ടിയിട്ട് വേണം എല്ലാരും ഒന്ന് കൊണ്ട് കാണിക്കാനായിട്ട്. Oh, Jesus is so great. Praise the Lord. Thank you, God. You're so amazing. Yeah. ഇതെന്തോ ഇത്? 3 ലിറ്റർ കോക്ക്. 3 ലിറ്റർ കോക്ക് ആരാ തന്നത്? ജീസസ്. ഓ, ചുമ്മാ പറയാതെ. ശരിക്കും തന്നോ? ഞാൻ 3 ലിറ്റർ കോക്ക്, ഞാൻ മാക്സിമം 2 ലിറ്റർ കോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന കേട്ടിട്ടുള്ളൂ. ഇതിപ്പോ 3 ലിറ്റർ കോക്ക്. ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ജീസസ് ചിലപ്പോൾ സ്പെഷ്യലി ഉണ്ടാക്കിയതായിരിക്കും. നിനക്ക് നിന്റെ ചെറിയ വെട്ടിങ് ഇരിപ്പുള്ളൂ. അത് ഒരു കൂടി തീർക്കുമ്പോ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അത് തീരും. എനിവേസ് ഐ ആം ഗോണ എൻജോയ്. ഈ ജീസിന്റെ ഒരു കാര്യം, ആദ്യം റോഷന് ഹാഫ് ലിറ്റർ കൊടുത്തു, പിന്നെ ജോയിന് 1 ലിറ്റർ, ഇപ്പൊ സൈമൺ 3 ലിറ്റർ, എനിക്ക് മാത്രം 18 കോക്ക്. ഹായ് റിയ, റിയ ചോദിച്ചു 1 ലിറ്റർ കോക്ക്. ജീസസ്, എന്താ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്റെ പ്രോബ്ലം? അതെ, ഇപ്പൊ സൈമൺ 3 ലിറ്റർ കോക്കുമായിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്താ സൈമന് വേണ്ടത് 3 ലിറ്റർ കോക്ക് അല്ലായിരുന്നു? അതുകൊണ്ടല്ലേ സൈമന് 3 ലിറ്റർ കോക്ക് കൊടുത്തേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നോട് എന്തെങ്കിലും പണക്കം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. പിന്നെന്താ ജീസസ് ബാക്കിയുള്ളവർക്കെല്ലാം ബെസ്റ്റ് മനഃപൂർവ്വം ബാക്കിയുള്ളവർക്കെല്ലാം ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് മാത്രം ചീത്ത ഗിഫ്റ്റ് തരുന്നത്? റിയ എന്തിനാ അങ്ങനെ കമ്പയർ ചെയ്യുന്നേ? ഇപ്പം ജീസസ് അങ്ങനെ ഇതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്കിപ്പോ സൈമൺ 3 ലിറ്റർ അല്ലല്ല 5 ലിറ്റർ അല്ലല്ല 10 ലിറ്റർ, ബാക്കി ആർക്കും ഇല്ലാത്തൊരു ബെസ്റ്റ് ഗിഫ്റ്റ് എനിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജീസസ് അല്ലേ, ജീസസിനാകുമ്പോ എല്ലാം അറിയാമല്ലോ. റിയക്ക് ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല. റിയ മറ്റുള്ളവരുടെ ഗിഫ്റ്റ് കമ്പയർ ചെയ്ത് റിയയുടെ സന്തോഷം ഇല്ലാതാക്കുക. അതങ്ങനെ ഒന്നുമല്ല ജീസസ്. ജീസസ് എപ്പോഴും ബാക്കിയുള്ളവർക്ക് ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് മാത്രം ചീത്ത ഗിഫ്റ്റ് തരുമ്പോഴേ എനിക്ക് വിഷമാവുന്നത്. റിയ ഗിഫ്റ്റ് കമ്പയർ ചെയ്യണ്ട. ഇത് തരാനുള്ള എന്റെ മനസ്സറിയാൻ നോക്കേണ്ടത്. എല്ലാം അറിയുന്ന ദൈവമാണ് ഞാൻ. നിന്റെ ആവശ്യം എന്തെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ നിനക്ക് ഈ ഗിഫ്റ്റ് തന്നത്. ആദ്യമേ നിനക്ക് കിട്ടിയതിനെ ഓർത്ത് നീ നന്ദി പറയുക. മറ്റുള്ളവരുടെ ഗിഫ്റ്റ് നീ കമ്പയർ ചെയ്യുമ്പോൾ നീ നിന്റെ സന്തോഷം ഇല്ലാതാക്കും. ഓ ജീസസ്, ഐ ആം സോ സോറി ജീസസ്. ഇതുവരെ ഞാൻ ജീസസ് ഗിഫ്റ്റ് തരുമ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതുവരെ ഞാൻ ജീസസ് തന്ന ഗിഫ്റ്റിനെ ഓർത്ത് ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല. ഐ ആം സോ സോറി ജീസസ്. എനിക്ക് ഭയങ്കര ഹാപ്പി ജീസസ് എനിക്ക് ഈ ടിൻ കോക്ക് തന്നെ. സോ ഹാപ്പി. സോറി ജീസസ്. ഐ എം സോ ഗ്ലാഡ്. റിയ എന്റെ സ്നേഹം